അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ട് വീഡിയോ ആണവരൊക്കെ ഒന്ന് പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്ന് നമ്മളെ പുതിയങ്ങാടിൻ്റെ മണിമുത്തായിട്ടുള്ള മുബഷിറിൻ്റെ കല്യാണം കേട്ടോ. ഇന്നല്ല നാളെ ഒരു 15 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നാളായി. ഇപ്പോൾ 11:45. അപ്പോൾ ഈ സമയത്തൊന്ന് നാളത്തെ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവും. നാളെ സത്യം പറയാനുള്ള ഇടാനുള്ള ഡ്രസ്സ് ഞാൻ ഇപ്പോൾ തന്നെ ട്രയൽ ചെയ്ത് നോക്കുന്നുണ്ട്. ട്രയലൊക്കെ കേട്ടോ. കാരണം അറിയോ, ഏതിട്ടിട്ടാണ് ഭംഗി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിട്ടാലോ പിന്നെ ഒരു എക്സി പാൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതിട്ടിട്ടൊന്നും ഒരു കംഫർട്ട് കിട്ടണില്ല. എന്താണെന്നറിയില്ല, ഒറ്റ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു വൃത്തി കിട്ടണില്ല. എന്തായാലും വാച്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. കുറേ പറയാനുണ്ട്. ഡ്രസ്സ് എടുത്ത് അട്ടർ ഫ്ലോപ്പായിപ്പോയി എന്ന് പറയാം, സത്യം പറയാം. അപ്പം ഇതിൻ്റെ കമ്പനിക്കാരൻ്റെ പേരാണ്, കമ്പനിക്കാരൻ്റെ ഷൂ ആണ്. എൻ്റെ അടുത്ത് ഡ്രസ്സ് എടുത്തത് എന്തായാലും ഒരു ലുക്കായിട്ടൊക്കെ തോന്നണില്ല. അപ്പം നല്ല ബാഗൊക്കെ എടുക്കട്ടെ. അപ്പോൾ ആരാണ് മുബഷിർ എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. എൻ്റെ ഷോപ്പിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ് മുബഷിർ. അവിടുത്തെ മാനേജറാണ് മുബഷിർ. അപ്പോൾ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഒരു 10 വർഷത്തിൻ്റെ അടുത്തായിട്ട് മുബഷിറിനെ അറിയട്ടെ. അപ്പോൾ പോവാതിരിക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും കല്യാണത്തിന് പോയിട്ട് അങ്ങ് വൈബാക്കാന്ന് വിചാരിച്ചിരിക്കണം. മുബഷിർ ഈ വ്ളോഗ് കാണും നമ്മൾ വിചാരിക്കണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണ്ട. മുബഷിർ എന്തായാലും സബ്സ്ക്രൈബറാണ്. എന്തായാലും ഒരു ബെല്ലൈക്കണും കൂടെ ഇങ്ങനെ അമർത്താം. അപ്പോൾ എന്തായാലും അവിടെ കിടക്കും, കാലാകാലം ഉണ്ടാവും അവിടെ. ഓക്കെ, എപ്പോൾ വേണമെങ്കിലും നമ്മൾ വീഡിയോ എടുത്ത് നോക്കട്ടെ. അപ്പോൾ എന്തായാലും പോട്ടെ. അപ്പോൾ എന്തായാലും ഡ്രസ്സൊക്കെ മാറിയിട്ട് ഒക്കെ പാക്കാക്കട്ടെ. കുറേ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് പാക്കാക്കി സെറ്റാക്കിയതിന് ശേഷം പോട്ടെ. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ഫേമസ് മൊത്തം ടീമിനായിട്ടാണ് നമ്മൾ പോണത്. ഞാനുണ്ട്, ഷെയ്മുണ്ട്, എല്ലാവരും ഉണ്ട്, റെമി, ഷാനി, കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ എന്തായാലും പോവാം. പിന്നെ സായിസിനും ബാസിനും സത്യം പറയല മിസ് ചെയ്യണം. സായിസും ബാസിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഹാരായിരുന്നു. എന്തായാലും അവരില്ലാത്തതിൻ്റെ ഒരു പൊറുതികളുണ്ട്. കാരണം എന്നിട്ട് കൂടുതൽ കംഫർട്ട് സോൺ ഉള്ളത് അവരാണ്. അപ്പോൾ എന്തായാലും പോവാം. അപ്പം ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കാണട്ടെ. അമ്മ ചൂടാറിയാം. നമ്മളപ്പോൾ ഗൂഡല്ലൂർ, എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം കേട്ടോ ഗൂഡല്ലൂർ, ഊട്ടി. ആ ഊട്ടിക്ക് പോണ ആ ഒരു വൈബ് നമുക്ക് കിട്ടും. അതാണ് ഞാൻ പെട്ടെന്ന് ചാടി പിടിച്ചിട്ട് നേരത്തെ തന്നെ പോണത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് ഊട്ടി. ഞാൻ എപ്പോൾ എനിക്ക് ഒഴിവിട്ടുണ്ട് ആ സമയത്തൊക്കെ ഞാൻ ഊട്ടി പോകും. അതെനിക്കൊരു പ്രത്യേക ഒരു ഫീലിംഗ് ഗുഡാണ്. അപ്പോൾ എന്തായാലും ഇനിയിങ്ങനെ കഥ പറഞ്ഞിട്ട് ഞാൻ നീട്ടണില്ല. അപ്പോൾ ബാക്കി നമുക്ക് തുടരെ കണ്ടുകൊണ്ടേയിരിക്കാം. ഈ വ്ളോഗ് ഇപ്പോൾ സമയം ഞാൻ കാണിച്ചിട്ട് 11 ഇപ്പം ചിലപ്പോൾ ആയിട്ടുണ്ടാവും. കണ്ടില്ലേ, 12 മണിയാവാനിരിക്കുന്നു. അപ്പം ഞാൻ കാണാം. ഇതാണ് എൻ്റെ റൂം ഇട്ടാ. രണ്ട് കമ്പനിക്കാരുടെ ഷർട്ട് കണ്ടില്ലേ, അൻഷിഫിൻ്റെ ഷർട്ട് കൊടുന്ന് വെച്ചിരിക്കണ്. ആകെ ഡ്രസ്സാണ്, ഏതിട്ട് പോകുന്നുള്ള കൺഫ്യൂഷനാണ് ഇപ്പോൾ. എന്തായാലും കാണാം. സത്യം പറയില്ല, നമ്മൾ കുറച്ച് നേരത്തിനാണ് ഈ പോണത്. പക്ഷെ എത്ര സാധനങ്ങളാണ് കൊണ്ടാണ്. ഇതിൻ്റെ ബാഗിൽ നിറച്ച സാധനങ്ങൾ, ഡ്രസ്സുകളാണ് ഇത് മൊത്തം. ഇത് ഷൂ സാധനങ്ങളൊക്കെ. പിന്നെ എൻ്റെ ചാർജർ, വാച്ച് ഞാൻ കാണിച്ചിട്ട് തുറന്നിട്ട് കാണിച്ചതാണ്. വാച്ച്, പൈസ, അങ്ങനെ സാധനങ്ങൾ കുറച്ച് നേരത്തിന്. ഇപ്പം ഞാൻ വേറെ ഡ്രസ്സ് മാറി. ഇതിട്ടിട്ടാണ് ഞാൻ പോണത്. കുറച്ച് നേരം മാറിക്കുമ്പോൾ എത്ര പേര് സാധനങ്ങളെല്ലാം കൊണ്ടാണ്. ഇനി വേറെ ചെരുപ്പ് എടുക്കാണ്ട്, ചെരുപ്പ് പോകുമ്പോൾ ചോട്ടാണ്. അപ്പം എന്തായാലും ഇനി ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. എന്തായാലും വെൽക്കം ടു മുബഷിർ വെഡിങ്. ടാറ്റാ, ബൈ, സീ യു. കണ്ടാ പിന്നീട് കുറേ കാലങ്ങൾ കഴിയുമ്പോഴൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ചെറിയ വരും. രസമായിരിക്കും. എന്തായാലും പോയിട്ട് വരാം. നമ്മളെ വണ്ടി എത്തിയിരിക്കുന്നു. ഷാനിയുടെ. സോ ഇതാണ് നമ്മളെ ഫേമസ് ബേക്കറി. എൻ്റെ ഷോപ്പ് അവിടെ തൊട്ടടുത്തിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ പുതിയങ്ങാടി എത്തിയിരിക്കണം. എല്ലാവരും കയറിയിട്ട് സീറ്റൊക്കെ പിടിക്കുന്നുണ്ട്. റമീസാണ് നിൽക്കുന്നത്. റമീസ്, ഹായ്. ശരി, റെഡി അല്ലേ? അങ്ങനെ 500 രൂപ അവിടെ എടുത്തുക്കുക. 500 രൂപ സെറ്റായി, എല്ലാം സെറ്റായി. എല്ലാം പിന്നെ പഠിച്ചു പൊളിക്കണം, പവറാക്കണം. നമ്മള് നാളെ നമ്മളെ വ്ളോഗ് നല്ല അടിപൊളിയിൽ ഇവിടെ ഇറങ്ങും. യൂട്യൂബിൽ നമ്മള് അപ്ലോഡ് ചെയ്യും. നാളെ അപ്ലോഡ് ചെയ്യും. കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ശേഷം പരിപാടി ഉണ്ടാവും. ഗൂഡല്ലൂർ, വെൽക്കം ടു ഗൂഡല്ലൂർ. ആട്ട് പാട്ട് കൂത്ത്. മുബഷിറിന് കുറച്ചേരം നമ്മള് കല്യാണം കൂടുള്ളൂ. എന്നാലും നമ്മൾ അടിച്ചു പൊളിക്കൂലേ, അത്രേ ഉള്ളൂ. ട്രിപ്പായിട്ട് കൊണ്ടുപോകും. അത്രേ ഉള്ളൂ. അതാണ് നമ്മൾ ഇത്രയും ഡ്രസ്സ് എത്തിക്കണേ.
വർഷങ്ങൾ പരിചയം ഉണ്ടെങ്കിൽ ഷാനിട്ട് ആദ്യമായിട്ട് പുറത്തുള്ളൂ. അതെ, സന്തോഷം നല്ല കൂടുതലാണ്. ഇപ്പം ട്രക്ക് ഹാപ്പിയാണ് പിള്ളേരൊക്കെ ആട്ടി തീർക്കണം. എന്റെ ആട്ടൊക്കെ നമ്മൾ ഇടണായിരിക്കും കൂട്ടത്തില്. ആട്ടൊക്കെ കണ്ടോ, അങ്ങ് ആടണം പാടണം. ഒരു മുബഷിറിന്റെ പെണ്ണിന് മുബഷിറിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടി കൊടുക്കത്തി കൂടെ, ഒരു മംഗളാശംസകൾ. റെഡി റെഡി. ആ ഒരു പാട്ട് മുബഷിറിന് വേണ്ടിയിട്ട്, മുബഷിറിന്റെ വൈഫിന് വേണ്ടിയിട്ട് സ്റ്റേജ് മേ പാടും. വൈബ്. ചരിത്രത്തിലാദ്യമായിട്ട് ഫേമസ് ബേക്കറി അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്നവധി. ഇതാണ് മുബഷിറിന്റെ കല്യാണം. പൊളിക്കണം. പോവാട്ടോ, ഞങ്ങളൊന്ന് പോവാനിട്ടോ. അത് ക്ലാസ് സത്യം പറയാലോ, ഒരു അമേരിക്കൻ കുട്ടി പോലെ ഉണ്ട് ഇപ്പൊ. ആ പറവണ്ണുള്ള ചെക്കനാന്ന് പറയില്ല, ഇപ്പൊ കൊറിയൻ ലുക്കായി. പക്ഷെ ഇപ്പൊ മാത്രം പെണ്ണില്ല. ഇപ്പൊ പെണ്ണില്ല. വീഡിയോ കാണുന്ന ഒരു പെണ്ണുണ്ടെങ്കിൽ എനിക്ക് പെണ്ണിനെ സെറ്റായി അങ്ങോട്ടൊക്കെ ഫുൾ ഓൺ വൈബില്. അർദ്ധരാത്രി എന്നുള്ള ബോധം കൂടെ ഒരിക്കല് കണ്ണടക്ക് വെച്ചിട്ടുണ്ടെന്നാല് ബാക്കി ആരും കാണുക. ഇത് നമ്മളെ പുതിയ അതിഥി ജസീം പറവണ്ട. അങ്ങനെ തന്നെ പറവണ്ട അംബാസഡർ. ഇത് നമ്മളെ ഫേമസ് ബേക്കറി. റമീസ സുഖല്ല? ആജിലൊക്കെ దగ్గర പോണ്. ഒരു ഊട്ടി ട്രിപ്പിന് അല്ല വയനാടൻ ട്രിപ്പിന് ശേഷം കാണുന്ന മുത്താണ്. ഇത് ഏതാ ലുക്ക്? എന്തിനാ നമ്മള് പോണത്? നമ്മൾ കല്യാണത്തിനാണ് പോണത്, പക്ഷെ അവിടെ എത്തുമെന്നറിയില്ല. വെൽക്കം വെൽക്കം. അഭിനവ്, രമേശ്, കുഞ്ഞോൻ, ജസീം. മുബഷിറിന്റെ കല്യാണത്തെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് ഫേമസിന്റെ മുമ്പിൽ നിന്ന് ഒരു ഡാൻസ് കളിച്ചോണ്ട് അവര് പോന്നിട്ട് അടിയാതില്ലേ. Love you more. കേറ് മോണിക്ക് കേറ് അൽത്ത കേറ് ഇങ്ങട്ടാ വണ്ടി തകട പട്ടി. സമയം ഇപ്പൊ 4 മണി. നമ്മളിപ്പോ ഗൂഡല്ലൂർ എത്താനായിരിക്കുന്നു. നമ്മളിപ്പോ നേരെ പോയിട്ട് റൂം എടുത്ത് സ്റ്റേ ചെയ്തിട്ട് കുറച്ചേരം കിടന്ന് ഇറങ്ങിയിട്ട് നീച്ചിട്ടേ പോവുള്ളൂ. ഷാനിയായിരിക്കുന്നു, ബാക്കി എല്ലാരും കാണുന്ന റൂം ലക്ഷ്യമാക്കി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ റൂം കിട്ടിയിട്ട അവിടെ നിന്ന് റീഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് പോകണം. സമയം രാവിലെ 8 മണി. നമ്മളിപ്പോൾ ഒരു ബ്രഷ് അടിക്കാൻ വേണ്ടി ഇറങ്ങിക്കട്ടെ. ഗൂഡല്ലൂർ ടൗണിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഗൂഡല്ലൂരുള്ളൊരു ഹോസ്പിറ്റലിന് മുന്നിൽ വന്ന് കേട്ട GTM ഹോസ്പിറ്റൽ. തൊട്ടപ്പുറത്ത് തന്നെ അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ. വേണ്ട അടിപൊളി വ്യൂ ഉണ്ട്. നമ്മളിവിടെ നിന്ന് ഒരു ചായ അടിക്കാൻ വേണ്ടി പോകുന്നു. അങ്ങനെ ഇരിക്കുന്നു. ഇവിടെ നിന്ന് ഹർത്താലായതുകൊണ്ട് തന്നെ ഒന്നും കിട്ടാനില്ല. സമൂസ, ഒരു ചായ.
നമ്മൾ സത്യം പറയാൻ ഒരു 5 സ്റ്റാർ ഹോട്ടലാണ് എടുത്തിക്കണത്. അതുകൊണ്ട് തന്നെയാണ് റൂമിലൊക്കെ ഉള്ള മിററൊക്കെ അടിപൊളി, ഒന്നും പറയാനില്ല. ഡ്രസ്സ് മാറിലൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇതാ റമീസ് ഇതാ സുന്ദരനായി കില്ലാടിയായിട്ട് വന്നിരിക്കുന്നു. എന്താ പോണ് മച്ചാള് കവററ്റ കൂടെ വന്നിക്കണ്. ഇതാ ഇരി എന്താ അവസ്ഥ? ഇപ്പൊ സുന്ദരനായിട്ടാ? യാറെന്താ മാപ്പിള സൊള്ളേ. അതാണ് നമ്മളെ അൽത്താഫ്. അപ്പൊ കുറച്ച് എങ്ങനെ കുറച്ച് ഫോട്ടോ, ഒരു ഫോട്ടോ പോരെ? സേഫിലത് പോണ്. ബാക്കി എല്ലാവരും എവിടെയാണെന്ന് അറിയില്ല. എംഎസ്സിന് ലീവ് എടുത്തതേ അവരെ അറിഞ്ഞിക്കാൻ തോന്നിട്ടാ. ഇവിടൊക്കെ ലീവാ, ഇവിടൊക്കെ ഫുള്ള് ലീവ്. കൂടുതൽ ഒരു മുബശ്ശിറിന്റെ കല്യാണം പഠിച്ചിട്ട് ഇവിടൊക്കെ ലീവാ, ഫുൾ ലീവ്. പിന്നെ പോലത്തെ ഒരു ബ്ലോഗറാ പോണേ. അതാവും. ഷാനി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറേ ഫോട്ടോ എടുക്കുന്നുണ്ട് ഷാനി. നമ്മൾ സെഫീറാക്കാൻ ടീമിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോഴും വന്നിട്ടില്ല. അവരിപ്പോൾ വരുമെന്ന് വിചാരിക്കുന്നു. ആ കാണുന്ന മലനിരകൾ അതാണ് ഊട്ടീൻ മലനിരകൾ. കല്യാണം സത്യം പറഞ്ഞാൽ കൊണ്ടുപോയത് വരട്ടാ. അവിടേക്ക് നാട് റോട്ടിൽ നിന്നിട്ടൊക്കെയാണ് ഫോട്ടോ എടുക്കണത്. ആൾക്കാരാണ് ഫുള്ള് അങ്ങോട്ട് ഇങ്ങോട്ട് പോണേ. ബസ് വരെ പോയിക്കൊണ്ടിരിക്കുന്ന ഫോട്ടോ എടുക്കണേ. ഏതാ സ്റ്റൈൽ. റഹ്മാൻ ലീഡ് ചെയ്യുന്ന നമ്മളെ മുബശ്ശിറിന്റെ കല്യാണ യാത്ര വീണ്ടും ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോവാണ്. എല്ലാവരും കുളിച്ച് മൊഞ്ചന്മാരായിരിക്കുന്നു. റഹ്മാൻ മൊഞ്ചത്തികളില്ല. നമ്മളെ റഹ്മാൻ തൊട്ടപ്പുറത്തിരിക്കുന്ന ആരാ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ നെട്ടിപ്പോന്നായിരിക്കും. നമ്മളെ കുറേ സിനിമകളിലല്ല, കുറേ ഫേമസിന്റെ കുറേ മുത്താണ്, മണിമുത്തായിട്ടുള്ള ഷഹീദ്. എല്ലാരും കൈയടി. എപ്പോ ഷവർമ്മ കഴിക്കാൻ പോയാലും കുറച്ച് കൂടുതൽ ഷവർമ്മ എനിക്ക് കൂട്ടിത്തരുന്ന നമ്മുടെ സ്വന്തം അൽത്താഫ്. സ്വർണം ഏതുമായിക്കോട്ടെ, വില കുറവിന്റെ വിസ്മയ തുമ്പത്ത് ഹൈറ ഗോൾഡ് ഡയമണ്ട്സ്. ഇത് ജസീം. വണ്ടി ഏത് ലെവലിൽ ഓടിക്കും ജസീം, കമാൺ. ഇപ്പുറത്തിരിക്കുന്ന നമ്മൾ ആജിൽ. ഏത് സമയത്ത് ഏത് അർദ്ധരാത്രിക്ക് ചായ വിളിച്ചാലും അപ്പൊ കൊടുക്കുന്നത് അജിൽ. അതേപോലെ തന്നെ അവന്റെ അസിസ്റ്റന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം അഭിനവ്. റെഡി. ലൈറ്റ് ചായ വേണോ ഡാർക്ക് ചായ വേണോ? നിങ്ങൾക്ക് ഏത് ടൈപ്പ് ചായ വേണ്ടില്ല, നമ്മുടെ സ്വന്തം. ചായന്റെ രംഗത്ത് തന്റേതായിട്ടുള്ള വ്യക്തിത്വം തെളിച്ചിട്ടുള്ള ഒരേ ഒരു സൂപ്പർ സ്റ്റാർ മാത്രമേ ഉള്ളൂ, അത് രമേശ്. വീണ്ടും രമേശിന് പകരം വെക്കാനാവാതെ ഒരു അജു വന്നിരിക്കുന്നു. അജു, ഇതാണ് ഷാനി. ഇടക്കിടക്ക് മാറിക്കൊണ്ടിരിക്കും. ആ മുഖത്തിന്റെ ഭാവം തന്നെ അല്ലേ എപ്പം മാറിയിരിക്കുന്നു. അത്രയും സുന്ദരനും സുമുഖനുമായ ഷാനിയാണത്. പ്രത്യേകിച്ച് നമുക്ക് ഇൻട്രൊഡക്ഷൻ നൽകേണ്ട ആവശ്യമില്ല. അപ്പൊ ഓക്കെ, എന്നെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഡ്രസ്സിങ് എന്നെ പറ്റി ഞാൻ ബാക്കി പറയണില്ല. ബാക്കി തുടരേക്കാം. അപ്പൊ എല്ലാരും ഞാൻ വെൽക്കം ചെയ്തെന്ന് വിചാരിക്കണ്ട. ഓക്കെ. ഓനിങ്ങനെ ഓക്കെ. അൽത്താന്റെ ഒക്കെ ലുക്ക് നോക്കി. ഇത് ആരാണ്? അൽത്ത സാഹചര്യത്തിനനുസരിച്ച് കേട്ടല്ലോ മാറിക്കൊണ്ടേയിരിക്കും. അതാണ് അൽത്താഫ്. ഒരു ഷൂ അല്ല കൊടുത്തേക്കട്ടെ, 2 ഷൂ. ആ ഷൂ ആണ് ഇട്ടിരിക്കണം മുതലാളി. ആ ഷൂ കാണിച്ചെടുത്താ. മുബശ്ശിറിന്റെ വീട് നമ്മള് ലക്ഷ്യമാക്കി കൊണ്ടുപോയിരിക്കുകയാണ്. വെയിറ്റിംഗ് ഫോർ ദ എന്താണ് മുബശ്ശിറിന് ഒരു ഹാപ്പി മാരീഡ് ലൈഫ് വിഷ് ചെയ്തിക്കൂടെ? ഒരുപാട് കാലം ജീവിക്കാൻ പറ്റില്ല. ഒരു ഹാപ്പി മാരീഡ് ലൈഫ് പറഞ്ഞൂടെ? മുതലാളിനെ പറ്റി എനിക്ക് 2 വാക്ക് പറയാൻ പറ്റും. സുമുഖനാണ്. മുബശ്ശിറിനെ പറ്റി എനിക്ക് 2 വാക്ക് പറയാം. നല്ലൊരു ഇതാണ്. ആരാണ് ഇരിക്കണേ? ഷാനി മുബശ്ശിറിനെ പറ്റിട്ട് 2 അഭിപ്രായം. കല്യാണത്തിന് അടിച്ച് പൊളിക്കണം, അവിടെ പോയിട്ട് വേറെ ലെവലാക്കി. അതല്ല, നല്ല 2 ക്വാളിറ്റി മുബശ്ശിറാക്കണ്ടേ. നല്ല സ്വഭാവമാണ്, വിചാരിക്കണല്ല. ഓക്കെ. മണവാളുടെ വീട് കേട്ടാ, പുതിയാപ്പളുടെ വീട്. മണവാളൻസ് ഹൗസ്. കഴിഞ്ഞു പോയി. അതാ പുതിയാപ്പള. മോനെ മഞ്ചരായിക്കട്ട. എനിക്കിഷ്ടായിട്ട് പിന്നെ മണിമുത്തുകളാണ് വന്നിട്ടുള്ളത്. പുതിയകാടിന്റെ സ്റ്റാറുകള്. ഓളെ പുതിയാപ്പള വെക്കുന്നുണ്ടാ. പുതിയാപ്പള വെൽക്കം ചെയ്ത് നിൽക്കുന്നത്.
ഫുള്ള് ടീംസ് എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി പോട്ടെ. സഹകരണുണ്ട്. ഇന്നിവിടെ ഹർത്താലായതുകൊണ്ട് തന്നെ ഫുഡൊന്നും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിരിക്കുന്നത്. നമ്മുടെ ഫുൾ ടീം ഉണ്ട് കേട്ടോ. ആയിരിക്കും ഫുൾ ടീംസ്. യോ ടീംസ് ഫുഡ് വെയിറ്റ് ആൻഡ് സീ. സൈഫിലടെ സൈഫ് ഓക്കെ ഓരടെ ഫുഡ് എത്തിയിരിക്കുന്നു. ഫുഡ് മന്തി ആദ്യം തന്നെ വാരിയിടുന്ന ചിക്കൻ മന്തിയാണ്. സഫീറാക്കാൻ ടീം വന്നിരിക്കുന്നു. എപ്പോ മുബശ്ശറിന്റെ കല്യാണത്തിന് ഇന്നലെ തന്നെ വന്ന് ഇവിടെ എത്ര ദിവസം മുന്നേ 2 ദിവസം മുന്നേ വന്നിക്കണു. നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഫാജിസ് 2 ദിവസം മുന്നേ വന്നിക്കണേ. പക്ഷെ ഇവിടെ നിന്ന് രാവിലെ എത്തിക്കുള്ളൂ. കറക്കത്തിലായിരുന്നു. ഇപ്പൊ തായ്ലൻഡിൽ പോയത് 2 ദിവസം മുന്നേ. ഫുള്ള് വിദേശ ട്രിപ്പാണല്ലോ. വലിയ മുതലാളിയില്ലേ പണ്ടത്തെ പോലെ. ഷെഫ് സ്റ്റോർ അടിപൊളി ഫുഡ്. മന്തി അടിപൊളി. ഞാൻ എത്ര വട്ടം വന്ന് കഴിച്ചു അറിയോ. അതേപോലെ പുതിയ ബ്രാഞ്ച് വരട്ടെ. സുധീഷൊക്കെ അല്ലേ ഫുള്ള് മന്തി സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ മണവാളായിരിക്കുന്നുണ്ട് അവിടെ. മണവാളൻ ഞങ്ങളങ്ങനെ മുബശ്ശറിന്റെ കല്യാണമൊക്കെ എൻജോയ് ചെയ്തോണ്ടിരിക്കണ, അടിച്ച് പൊളിച്ചിങ്ങനെ പവറാക്കിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ കൂടെ ഞങ്ങൾ വിചാരിച്ചു ഒരു കുറച്ച് ഫോട്ടോസ് കിട്ടണം. അതാണ് കുറെ ഡ്രസ്സൊക്കെ എടുത്ത് വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാത്ത പോലെ വളരെ മോശമല്ലേ. സത്യം കല്യാണമായി ഒരു അടിപൊളി വൈബ് ഓഫ് ട്രിപ്പ് പോയിട്ടാ. നല്ല നല്ല ഭംഗിയുള്ള വീടാണ്. ചെറിയ നടന്നപ്പോത്തിണ്ടല്ലോ ക്ഷീണിച്ച് രോഗപ്പായിക്കും. അതെ കുറച്ചൊക്കെ നടക്കണം. ജിമ്മിന് പോയാൽ മാത്രം പോരാ, കാർഡിയോ കൂടെ ചെയ്യണം. സൈഫിൽ പുതിയൊരു സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു. ആ കാണുന്ന പാലട്ടാ. കാണുന്ന പാലതാ. ആ പാലത്തിൻ്റെ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്തായാലും വന്ന സത്യം പറഞ്ഞ ഒരു മൈൻഡിനൊരു റീഫ്രഷ്മെൻറ്റ് വന്നിട്ട് കുറേ ദിവസങ്ങളായിട്ട് കുറേ മാസങ്ങളായിട്ട് കടാവീട് ജിമ്മും ഇത് മാത്രമാണ്, ഒരു പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ എന്തായാലും മുബശ്ശറിൻ്റെ കല്യാണം എന്നെ സംബന്ധിച്ചിടത്തോളം, ഇന്നേന്നല്ല ഇവരെല്ലാവരും സംബന്ധിച്ചിടത്തോളം നല്ലൊരു റിലാക്സ് മൂഡാണ്. അപ്പോൾ എന്തായാലും ഇവിടെയും കൂടെ ഒന്ന് പോയി വെക്കാം. എന്താ കാണുന്ന സ്ഥലം എവിടെ? ബാക്കിയുള്ളവരാരും കാണുന്നില്ല. ഇതേ വരെ നമ്മൾ ടീം തരുന്നു. യെസ് ബോസ്. അടുത്ത ആൾ അജു. എന്താണ് മുത്ത് എനിക്ക് പറയാനുള്ളത്? എൻ്റെ മുത്തിനെ കണ്ണെന്ന് കാണിച്ചു. ലെൻസൊക്കെ വെച്ചിട്ട് ഈ കണ്ണ് കാണിച്ചു. മാഷാല്ലാ. താരം വരുന്നു. താരം മെയ്ഡ് ഫോർ ഈച്ച് അതർ. കാണുന്ന കാലത്തെ ഇവ രണ്ടാളും മെയ്ഡ് ഫോർ ഈച്ച് അതറാണ്. കാരണം അത്രയും അധികം കമ്പനിയാണ്. അതുകൊണ്ട് നമ്മൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് വിളിച്ചത്. എങ്ങനെയാണ് എന്താണ് ഫോട്ടോ എന്തൊക്കെ? റമീസിന് ഒരു ആക്സിഡന്റ് പറ്റി. അങ്ങനെ റമീസിന്റെ കാണാൻ ഭംഗിയുള്ള അവന്റെ സുന്ദരമായ പല്ലുകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒന്ന് കാണിച്ചോളണ്ടല്ലേ. അപ്പൊ നമ്മൾ ഇൻഷാല്ലാ വെക്കുന്നതായിരിക്കും പല്ല്. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചിങ്ങനെ മേലേക്ക് കയറി വന്നിട്ട് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തേയില കൃഷിൻ്റെ ഉള്ളിലൂടെയുള്ള വഴികളിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറയല്ലോ, വർഷങ്ങളായിട്ട് ഞാൻ മുബശ്ശിറിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. എൻ്റെ നാട് ഗുഡല്ലൂരല്ലേ, സ്ഥലമൊക്കെ കാണാൻ ഭയങ്കര രസമാവരെന്ന് പറഞ്ഞു. സത്യം പറയാലോ, ഓൻ പറയലുണ്ട് മുന്നേ ഇവിടെ ഒരു പ്രാവശ്യം ഞങ്ങൾ നാട്ടിലേക്ക് വരുമ്പോൾ ഈ വഴിയൊക്കെ ഒന്ന് വായു കാണാൻ ഭയങ്കര രസമാണ്. അതേപോലെ തന്നെ പ്രകൃതി ഭംഗി എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ, അതൊരു ഒന്നൊന്നര ഭംഗി തന്നെ കേട്ടോ. നമുക്ക് ഫുള്ള് പുഴ മാത്രമല്ലേ ഉള്ളൂ. ഓ ഏതാ സ്റ്റൈല് അറിയാം, അടിപൊളി, സോ ക്യൂട്ട് അല്ലേ.
കൊറിയൻ ലുക്ക് അയക്കണം. കാരണം അറിയോ, ഇപ്പോൾ പെൺകുട്ടികൾക്കൊക്കെ കൊറിയൻ ലുക്കുകൾ ചെക്കന്മാരെ മതി പറഞ്ഞിട്ട് ഷെയ്മും കൊറിയൻ ലുക്ക് ആക്കിയില്ലേ ഷെയ്മേ. അപ്പോൾ സംഭവം രസമുണ്ട്. അത് കണ്ടിട്ട് റമീസും ഞങ്ങൾ ഈ കോമ്പോ സത്യം പറഞ്ഞാൽ വർഷങ്ങളായി, ഒരു 3 വർഷത്തിന് മേലായില്ലേ, 3.5 വർഷം ഞങ്ങളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ തള്ളും, അപ്പോൾ ഇവർ പറയും ഞാൻ തള്ളിസ്റ്റെന്ന് പറയും. പിന്നെയും പറയും ഇവർ. പിന്നെ ഇവർ പറയുന്നത് വേറൊരു കാര്യമാണ്, എടാ ഈ വയറൊന്ന് കുറക്കിടാം. അത് ഇൻഷാല്ലാ ഒരു 2 മാസം കൊണ്ട് ഞാൻ കുറക്കുന്നതായിരിക്കും. 2 മാസം കുറേ ഇനി ഈ വരുന്ന 2 മാസം ഞാൻ 3.5 കൊല്ലമായി പോയി. അതെ, 2 മാസമാണ് ഈ 3.5 കൊല്ലമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ എവിടേക്കാണ് നടക്കുന്നത് നമുക്ക് തന്നെ ലക്ഷ്യമില്ല, നമ്മളിങ്ങനെ നടന്നു പോകണം. അവർക്ക് തോന്നുന്ന ആ പൂക്കൾ ലക്ഷ്യമാക്കിയിട്ടാണ് പോയിട്ടുള്ളത്. എന്തായാലും അവിടെ പോയേക്കാം. അൽത്ത വന്നിട്ടില്ല, അൽത്തക്കാണ് ഫോട്ടോൻ്റെ ക്രൈസ് ഒന്നും കൂടെ കൂടുതലുള്ളത്. പിന്നെ അപ്പോൾ തന്നെ ഷാനിയും നമുക്കൊന്നും ടൈം കിട്ടില്ല. അല്ല ഷാനിയാണോ, ഷാനിയോട് അവന് ഒന്നിനും സമയം കിട്ടില്ല. കാരണം ഷാനി ആയിരിക്കും അതിൻ്റെ ഹൈലൈറ്റ്. കാരണം എനിക്ക് ഈ ആംഗിളിലും ആ ആംഗിളിലും എല്ലാ ആംഗിളിലും എനിക്ക് ഫോട്ടോ എടുക്കണം. ആരാണ്ടായി ഉമ്മ നിൽക്കണേ. ഐഷ അവിടെയുള്ള വീടുകളൊക്കെ കാണാൻ എന്ത് രസം അറിയാം. കണ്ടില്ലേ, അങ്ങനെ ഫോട്ടോ എടുക്കലും പരിപാടികളും എല്ലാം ഇവിടുത്തെ അവസാനിച്ചിരിക്കുന്നു. ഇവര് അതിന്റെ ഇടയിൽ കൂടെ പുലിനെ കണ്ടെന്നാണ് ഇവർ പറയണത് കേട്ടാ. സത്യമാണ്, കണ്ട് ഇവർ പുലിനെ കണ്ട് ഇവർ മേത്തൊക്കെ മുറിയിക്കുന്നവർ പറയണത്. ഞങ്ങള് വേറെ സൈഡിലേക്ക് പോയി. ഞങ്ങളുടെ പോയപ്പോൾ ഭയങ്കര സുഖം. ഷർട്ടൊക്കെ ഊരി അവിടെ കുറച്ചേരം റിലാക്സ് ചെയ്തിട്ട് അവിടെ നിന്ന് കുറേ നേരം. നാട്ടുകാർ പറഞ്ഞ അടുക്ക് പോണ്ട, പുലിയുണ്ട്. എന്നിട്ട് നിങ്ങൾ പോയി, നിങ്ങൾ കേട്ടില്ല, ഞങ്ങളെ കൂടെ നിങ്ങൾ വന്നില്ല. അതിനുള്ള കിട്ടിയത് ഞങ്ങളെ കുറെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതെ, അട്ട കടിച്ച് പശുവിനെ അവിടുന്ന് കടിച്ചിട്ടുള്ള പുലി. പുലിനെ കണ്ട നാടാണ് നമ്മളെ മുബഷിറിന്റെ നാട് അല്ലേ. ആ ഒരു പുലിയാണ് ഫേമസ്. അങ്ങനെയാണ് പുലി മുരുകനായി മാറിയത് നമ്മളെ മുബഷിർ. അതൊരു കണ്ടന്റ് ആയിട്ട് അത് അടിപൊളി. ഇതാണ് ഊക്കാലിസ് മരങ്ങൾ. ഇതുകൊണ്ടാണ് നമ്മളെ ഊക്കാലിസ് ഉണ്ടാക്കുന്നത്. ഊക്കാലിസ് മരങ്ങൾ, ഊക്കാലിസ് മരം ഇതുകൊണ്ടാണ് എന്തുണ്ടാക്കണമെന്ന് അറിയോ, നമ്മുടെ തൈലം ഉണ്ടല്ലോ, ഊക്കാലിസ് തൈലം ഉണ്ടാക്കണത് സ്വർണ്ണ. അപ്പൊ എന്തായാലും ഞങ്ങളിനി തിരിച്ച് മുബഷിറിനോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ തിരിച്ചു പോകാൻ വേണ്ടി പോവാണ്. പോകുമ്പോൾ നമ്മൾ ബത്തേരി വഴി പോവാം, ദേവല പോവാന്നൊക്കെ പറയുന്നുണ്ട്. എവിടോ എന്തോ എങ്ങനെയോ നമ്മൾ പോകണമായിരിക്കും. എന്തായാലും കാണാം. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കട്ടെ പോയിട്ട്, എന്നിട്ട് തിരുമ്പി പോകുന്നതായിരിക്കും. ബൈ ബൈ എവരിവൺ. അത് അട്ടല പൊട്ട, അത് വേറെ സാധനമാണ്. എന്താണ് അല്ലല്ല, ആരാണ കടിച്ചാൽ ഉടനടി മരം. മറ്റേ തൊപ്പിന്റെ ഒരു വീഡിയോയില് ഏതോ ഒരു പറഞ്ഞല്ലോ, ഓഗസ്റ്റ് 15 അന്ന് എന്തോ പറഞ്ഞല്ലോ. എന്താ ഓഗസ്റ്റ് 15 ഓർമ്മയില്ല. വന്ദേ ഭാരത് എന്നറിയോ, ഒരു വന്ദേ ഭാരത് എന്തോ ആവട്ടെ. എന്നാലും മുബഷിർ നാട്ടിൽ വന്നിട്ട് നമ്മള് കളറാക്കില്ല. അപ്പൊ വീണ്ടും ഒരു കല്യാണാശംസകൾ. രണ്ടു ഇതൊക്കെ നമ്മളെ മുബഷിർ നാട്ടിലെ മനുഷ്യന്മാരിട്ട് ഇരിക്കണൊക്കെ പോണതൊക്കെ. ചേട്ടൻ ഒരു ഹൈ കാണിക്കുന്നില്ല. ഇതാണ് നമ്മളെ ട്രാവലർ. കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. വീണ്ടും പറയുന്നില്ല. ഇത് പുതിയങ്ങാട്ടിന് താരമുത്താണ് ഈ നിൽക്കുന്നത് കേട്ടാ. ഈ വരുന്നത് താരമുത്താണ്. സഫീർക്ക ആ വരുന്ന സഫീർക്ക. നമ്മള് എന്ത് IT പ്രൊഫഷൻസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സഫീർക്കാനെ സ്വാഗതം ചെയ്താൽ മതി. പുതിയങ്ങാടിന്റെ താരമുത്താണ് സഫീർക്ക. ഇത് വരുന്നത് പുതിയങ്ങാടിന്റെ വേറെ മുത്തുകൾ എല്ലാരും ഉണ്ട് കേട്ടാ. ബിസർ കാണണേ വ്ളോഗ്. പുഷ്പരാജ് വേറെ മുത്ത്. ഇത് സാബുണ്ണ ടീം. അല്ല, സാബൊക്കെ കല്യാണത്തിന് വരാതിരിക്കൂല. താരങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അത് ഷിയാബാക്ക. ഒരു ലെമൺ ടീ. താങ്ക് യു. ഒരു വിത്തൗട്ട് കോഫി, ഒരു മിൻറ്റ്. ചായ ഇവരൊക്കെ ചായന്റെ പുസ്തകന്മാരേട്ടാ. ചായ കുടിച്ചിരിക്കണം. അഞ്ച് എന്താ കഴിക്കണേ? ചായ കുടിക്കണം അല്ലേ? നമ്മളിപ്പോൾ കുടിച്ചോണ്ടിരിക്കുന്നത് ലെമൺ ടീ ആട്ടാ.
ഇജേതാ ലെമൺ അല്ലേ? എൻ്റെ സാധാ ചായ സാധാ ഏതാ? ജിഞ്ചർ. നമ്മൾ പുതിയാപ്പിള നിൽക്കുന്നുണ്ട്. പുതിയാപ്പിള സ്റ്റേജിന്മേ ഇപ്പോഴും ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. നമ്മളോട് 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കണ്ട. സോ എമ്മി ടേസ്റ്റ് ചായ. ദിവസങ്ങളോളായിട്ട് സാബൊക്കെ കല്യാണത്തിന് വേണ്ടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കട്ടാ. ഒടുവിൽ കല്യാണത്തിന് എത്തിക്കണേ കോസ്റ്റ്യൂമൊക്കെ ഏതാ സാബൊക്കെ സാബൊക്കെ തിരിയാണ്. സാബൊക്കെ തിരിയുണ്ട്. ഏതാ മോഡല്? നിങ്ങൾ ഫുഡ് കഴിച്ചാ സാബൊക്ക? ഫുഡ് കഴിച്ചാ? വരുന്ന വഴിയാ? ബഷീറ ഹാപ്പി മാരീഡ് ലൈഫ്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി സെൽഫി എടുക്കണം. ബഷീർ ബ്ലാക്കിൽ സുന്ദരനായിരിക്കണം. മബറൂക്ക് ഒരുപാട്. ആ കണ്ണാടി വേണം. കണ്ണാടി വെക്കിച്ച് കണ്ണാടി വെക്ക്. നമുക്കൊരു സെൽഫി എടുക്കണം എല്ലാവർക്കും കൂടി. മോനെ എന്നിട്ട് മതി നമുക്കൊരു കൂട്ട സെൽഫി എടുക്കണം. പുതിയാപ്പിള ഒരു എടാ ഒരു ആരെക്കൊണ്ട് ഒരു ചെമ്പ് കിട്ടി. അടുത്ത ചെമ്പാണ് കൊടുക്കുന്നത് മുബഷിറിന്. ചെമ്പുകളാണ് ഇവിടെ നിന്ന് ഗിഫ്റ്റ് കൊടുക്കുന്നത് പറഞ്ഞത്. ചെമ്പുകൾ ഒരുപാട് ചെമ്പുകൾ ഏറ്റി വാങ്ങിക്കൊണ്ട് മുബഷിർ എന്താ പറയാനുള്ളത്? മുബഷിർ വീഡിയോ എടുക്കൂ. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വീഡിയോ എടുക്കണം. മുബഷിറിന് എത്ര വർഷമായിട്ട് അറിയാം? 12 വർഷം. എത്ര എങ്ങനെയായിരുന്നു? ഇന്നലെ മുതലാണ് കല്യാണത്തിന് വന്നത്? ഇന്നാണോ ഇന്നലെ എന്നാ വന്നത് കല്യാണത്തിന്? 3 ദിവസമായി കല്യാണത്തിന്. മുഴുവൻ സാന്നിധ്യം കല്യാണത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തെടുത്ത്. നൻപൻ ഉയര് നൻപൻ്റെ. നിങ്ങളെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നത് എവിടെ വെച്ചിട്ടാണ്? ബിപിഎങ്ങാടി വെച്ചിട്ട്. എങ്ങനെയാണ് കണക്റ്റഡ് ആയത്? ഇൻകം കമ്പനി ആക്കാൻ പറ്റും എന്നുള്ള സാധനം. 12 വർഷം മുന്നേ മീശ മുളക്കാത്ത പ്രായത്തിൽ നമ്മുടെ മുഖു ബിപിഎങ്ങാടി എത്തിച്ചേർന്ന് അന്ന് തുടങ്ങിയ ആത്മീയ ബന്ധം. അപ്പോൾ അതിനുശേഷം നിങ്ങൾ എവിടേക്കൊക്കെ ട്രിപ്പ് പോയി? ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. 12 വർഷങ്ങൾക്ക് ശേഷം അതിനൊക്കെ മാറ്റങ്ങൾ. ബഷീർ ടാറ്റ. മാഷാ അല്ലാ. ഈ വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്യട്ടാ. ശുക്രാൻ ഹൈറി. അപ്പോൾ ഓക്കെ ഇൻഷാ അല്ലാ. ഓക്കെ നമ്മളിങ്ങനെ തിരിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ എവിടേക്കാണ് അൽത്താഫ? നമ്മളെ ഗുണ്ടൽപേട്ട നമ്മളെ വീട്ടിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ അവിടെ 2 സൂപ്പർ സ്റ്റാറുകളെ കണ്ടിരിക്കുന്നു. അതൊക്കെ 2 സയാമീസ് ഇരട്ടകളെ പോലെ തോന്നിക്കുന്ന 2 പേര്. എന്താണ് 2 പേര്? നമ്മളെ വണ്ടിയാണ് നിൽക്കുന്നത്. നണ്ടി ഇതാ നിൽക്കുന്നു. നല്ല ഫ്രെയിമിലിട്ട് വണ്ടിക്ക് കണ്ടില്ലേ? ഫുള്ള് ഫ്ലവർ, ഫുള്ള് സീന് വൈബ്. ആ വരുന്നിപ്പന് എന്തോന്നാ അണ്ടി? കുഞ്ഞാണ്ടിയാ? അണ്ടി കുഞ്ഞാണ്ടി കപ്പലണ്ടി കുഞ്ഞാണ്ടി. ആനപ്പടെ പിന്നെ എന്തിനാ നിർത്തിയത്? നമ്മളെന്തിനാ നിർത്തിയ? ഇവിടെ വ്യൂ കാണാൻ. ഉമ്മാനെ എനിക്കിവിടെ വന്നപ്പോൾ എനിക്കൊരു ഗുഡ് നാച്ചുറൽ ഫീൽ കിട്ടില്ല. എനിക്ക് അടിപൊളി സ്ഥലമല്ലേ? നല്ല രസം കേട്ടോ. മുബഷിറിന് സത്യം പറഞ്ഞാൽ ഇവിടെ തന്നെ കൂടിക്കൂടെ എന്നൊക്കെ ഒരു ചോദിച്ചിട്ടുണ്ടായിട്ട് ഫുള്ള് അവിടെയാണ്. പക്ഷെ എന്താ രസം എന്നറിയോ അല്ലേ? നമ്മൾ സത്യം നല്ലൊരു ട്രിപ്പ് ചെയ്യുന്നത്. എനിക്ക് എന്താണ് തോന്നിയത്? എനിക്ക് റൈറ്റ് നൗ എൻ്റെ ഒരു ഗുഡ് ഫീലാണ് കിട്ടിയത്. എനിക്ക് അതെ നല്ല ഏരിയ അല്ലേ? ഒരു സ്വസ്ഥം സമാധാനം എല്ലാം ഉള്ളൊരു ഏരിയ. വയനാടാണെങ്കിലും പക്ഷെ നമ്മളെ ഒരു വയനാടിന്റെ ഒരു ഫീല്. വയനാടിന്റെ ഫീല്. പിന്നെ ഒക്കെ മലയാളമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഗൂഡല്ലൂർ ടൗണിൽ മാത്രം എല്ലാവരും തമിഴ് കൊഞ്ചം പെരിയും. എങ്ങനെ കൊഞ്ചം ഏത് എടാ ഇവിടെ വാ. സാനി ഇവനിക്ക് നന്നായിട്ട് തമിഴ് പേസറും. ഇവ 2 വാക്ക് നിങ്ങൾ തമിഴിൽ പേസണം. എന്താ സീതാപ്പഴം അന്ത പഴത്തിനെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞ? സത്തുകുടി മുളാമ്പഴം. അതെന്നെ അറിയുള്ളൂ. അതന്നെ
അവിടെ നിക്കണ കുറിച്ച് വലിയ പക്ഷെ ആ പറയുന്നൊരു ഫ്ലോ ഉണ്ടല്ലോ ഗോവിത്ത് മറന്നേന്നടാ ജിം സൈസ് കൃത്യം ഉറക്കും ഞാൻ എന്ത് സീതാപ്പഴത്തിനെ. റഹ്മാൻ എന്തൊക്കെ എന്നിട്ട് വേറെ വിശേഷങ്ങൾ? കുറേ കാലത്തിന് ശേഷം റഹ്മാനെ കാണണം കേട്ടോ. അതും ഇങ്ങനെ ആരുടെ വരുന്നത് നോക്കെ വടക്കച്ചവടക്കാരെ തോന്നുന്നു. അയ്യോ സ്റ്റൗ ആണല്ലേ, വടക്കച്ചവടല്ല സ്റ്റൗ. എന്താണ് ചോട്ടറാക്കിയിട്ടുള്ളത് കഴിക്കാൻ? ആനമുട്ട. നിലമ്പൂരിന്ന് ആനമുട്ട കിട്ടിയതാ. എന്താണ് ആനമുട്ട? എല്ലാരും ദിവസം ഓരോ ഓർഡറാക്കിട്ടാ. ഇവന്റെ ആണ് ആനമുട്ട. ആനമുട്ട എങ്ങനെ ഉണ്ട്? ആനനെ കാണാൻ പറ്റില്ല, ആനന്റെ മുട്ടയിൽ നിന്നാണ് വാങ്ങി കിട്ടും. ആ കടയത്തെ പകുതി എല്ലാ സാധനങ്ങളും ടേസ്റ്റ് ചെയ്ത് മനസ്സിലാണ് ഈ പോണ കേട്ടാ. നമ്മൾ ഫേമസിന് മുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. അല്ല ഗൈസ്, ബൈ ഗൈസ്.